വിഷ്ണു സഹസ്രനാമത്തിൽ മഹാവിഷ്ണുവിനെ 12 നാമങ്ങളെ കൊണ്ട് കവചം സൃഷ്ടിച്ച് രക്ഷയ്ക്കായി ന്യസിക്കുന്ന 4 ശ്ലോകങ്ങൾ ഭീഷ്മര് യുധിഷ്ഠിരന് ഉപദേശിച്ചിട്ടുണ്ട്. അത് തന്നെ കൂർമ്മപുരാണത്തിലും പരാമർശിക്കപ്പെട്ട വിഷ്ണുവിന്റെ വിശേഷപ്പെട്ട നാമങ്ങളാണ് ഇവ. അതുപോലെ തന്നെ ഭാഗവതത്തിലും പൂതന കുട്ടിയെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരുമല്ലോ, ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം യശോദാമ്മ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുമ്പം ഈ നാമങ്ങൾ ചൊല്ലിയാണ് ഭഗവാനെ രക്ഷ ചെയ്യുന്നത്. അപ്പം ആ നാമങ്ങളാണിവ. കേശവ പാദുമേ പാദൗ ജംഘേ നാരായണോ മമ എന്ന് വെച്ചാൽ പാദങ്ങളെ, കേശവ പാദുമേ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ. ജംഘേ നാരായണോ മമ, ജംഘേ എന്ന് വെച്ചാൽ കാൽമുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ. പിന്നെ മാധവോമേ കടിംപാദു ഗോവിന്ദോ ഗുഹ്യമേ വച്ച, അത് കഴിഞ്ഞ് മാധവമേ കടിംപാദു എന്ന് വെച്ചാൽ അരക്കെട്ടിനെ മാധവൻ രക്ഷിക്കട്ടെ. പിന്നെ ഗോവിന്ദോ ഗുഹ്യമേ വച്ച, ഗുഹ്യഭാഗത്ത് ഗോവിന്ദൻ രക്ഷിക്കട്ടെ. പിന്നെ നാഭിം വിഷ്ണുസ്തു മേ പാദോ ജഠരം മധുസൂദന എന്നുവെച്ചാൽ നാഭിം വിഷ്ണുസ്തു മേ പാദോ, പൊക്കിളിനെ, നാഭി അറിയാമല്ലോ, പൊക്കിളിനെ വിഷ്ണു രക്ഷിക്കട്ടെ. പിന്നെ ജഠരം എന്ന് വെച്ചാൽ ഉദരം, വയറിനെ മധുസൂദൻ രക്ഷിക്കട്ടെ. പിന്നെ ഉരസ്ത്രിവിക്രമ പാദോ ഹൃദയം പാദു വാമനഃ, ഉരസ്ത്രിവിക്രമ എന്ന് വെച്ചാൽ തുടകളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ, ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് ശ്രീധര പാദുമേ കണ്ഠം ഹൃഷികേശോ മുഖം മമ, കഴുത്തിന് ശ്രീധര പാദുമേ കണ്ഠം, കണ്ഠം എന്ന് വെച്ചാൽ കഴുത്ത്, കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ. പിന്നെ ഹൃഷികേശോ മുഖം മമ, മുഖത്തെ ഹൃഷികേശൻ രക്ഷിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പത്മനാഭസ്തു നയനെ, നയനങ്ങളെ എന്ന് വെച്ചാൽ കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ. ക്ഷീരോ ദാമോദരസ്മമ, ക്ഷീരസ്, ക്ഷീരസ് എന്ന് വെച്ചാൽ തല ദാമോദരൻ രക്ഷിക്കട്ടെ. പിന്നെ ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസേധാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ എന്നുവെച്ചാൽ ഈ നാമങ്ങൾ ശ്ലോകരൂപത്തിൽ നിത്യവും ജപിക്കുന്നവർക്ക് ആരോഗ്യവും സർവമംഗളവും ലഭിക്കുന്നത് ആണ്. ഹരേ കൃഷ്ണ.